ഒന്നുകിൽ പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ, അതല്ലെങ്കിൽ നാസ്ഡക് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിൽ ടെക്നോളജി കമ്പനികളുടെ ഓഹരി വിലകളിൽ ഉണ്ടാകുന്ന ഭീമമായ ഇടിവ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കനത്ത തകർച്ചയ്ക്ക് പിന്നെ വേറൊന്നും വേണ്ട. ഇത്തരം തകർച്ചകൾക്കിടയിലും മാർക്കറ്റിൽ നിന്ന് വരുമാനം നേടുന്നവർ വളരെ ഏറെയാണ്. അതെങ്ങനെ? അവരുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? അവയാണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ബോണസ്, ഷെയർ, ഡിവിഡൻഡ് എന്നിവയ്ക്ക് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ എന്ന് നിർണ്ണയിക്കുന്നതിന് വിവിധ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ, സെൻസെക്സ്, നിഫ്റ്റി എന്നിവയുടെ വരും ദിവസങ്ങളിലെ സാധ്യതകൾ എന്നിവയും ഈ മാർക്കറ്റ് റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയുടെ ആകാശത്തുകൂടി വീണ്ടും മിസൈലുകൾ ചീറിപ്പാഞ്ഞപ്പോൾ തീയാളുകയും അനിശ്ചിതത്വത്തിന്റെ പുകപടലം വ്യാപിക്കുകയും ചെയ്തത് ഇങ്ങകലെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആയിരുന്നുവല്ലോ. ഇതാണ് കടന്നുപോയ വ്യാപാര വാരത്തിൽ മാർക്കറ്റിൽ പ്രകടമായ കനത്ത വിലയിടിവിനുള്ള ഒരു പ്രധാന കാരണം. മറ്റൊരു പ്രധാന കാരണം സൗത്ത് കൊറിയ, തൈവാൻ എന്നിവിടങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിലും US-ലെ നാസ്ഡക് ഇൻഡെക്സിലും അനുഭവപ്പെട്ട ഭീമമായ വിലയിടിവ് സുനാമി തിരകൾ പോലെ ഇന്ത്യൻ തീരത്തേക്ക് എത്തി സെൻസെക്സ്, നിഫ്റ്റി സൂചികകളെ കടപുഴക്കിയതും. രണ്ട് കാരണങ്ങളും തീർത്തും വ്യത്യസ്തം, എന്നാൽ രണ്ടും തമ്മിൽ ഒരു സാമ്യമുണ്ട് താനും. ഇമ്പോർട്ടഡ് പാനിക്, അതായത് ഇറക്കുമതി ചെയ്ത പരിഭ്രാന്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ രണ്ട് കാരണങ്ങളും പര്യാപ്തമായിരുന്നു എന്നതാണ് സാമ്യം. എന്നാൽ അവയിൽ ഒന്നിനെ മാത്രമേ ന്യായീകരണം കാണുന്നുള്ളൂ: പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾക്ക് മാത്രം. കാരണം അത് ക്രൂഡ് ഓയിൽ ലഭ്യത, വില എന്നിവയെ മാത്രമല്ല രൂപയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നതാണ് എന്നത് തന്നെ. എന്നാൽ സൗത്ത് കൊറിയ, തൈവാൻ എന്നിവിടങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിലും US-ലെ നാസ്ഡക്കിലും അനുഭവപ്പെട്ട ഭീമമായ വിലയിടിവോ അതിന്റെ പേരിൽ ഇന്ത്യൻ മാർക്കറ്റ് പരിഭ്രമിച്ച് തളർന്നു വീണതിന് ഒരു ന്യായീകരണവും ഇല്ലായിരുന്നു. സൗത്ത് കൊറിയ, തൈവാൻ മാർക്കറ്റുകളിലും US-ലെ നാസ്ഡക് വിപണിയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജി കമ്പനീസിനാണ് പ്രാമുഖ്യം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ ഡൈവേഴ്സിഫൈഡ് ഡൊമസ്റ്റിക് എക്കോണമി അഥവാ വൈവിധ്യവൽക്കരിക്കപ്പെട്ട ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ അതിനെ ആശ്രയിച്ചുള്ളതാണ്. ആ നിലയ്ക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് പരിഭ്രാന്തി ഏറ്റുവാങ്ങേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു. സൗത്ത് കൊറിയയിലെയും തൈവാനിലെയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ നിക്ഷേപകർ പേഴ്സണൽ ലോൺ എടുത്തും അതുപോലെ തന്നെ വ്യക്തികളിൽ നിന്നും മറ്റും കടം വാങ്ങി അനേകം ടെക് സ്റ്റോക്കുകൾ വാങ്ങി കൂട്ടുകയായിരുന്നു. ഒരു ഭ്രാന്തമായ ആവേശത്തോടെയാണ് അവർ SK ഹൈനിക്സ്, സാംസങ് ഇലക്ട്രോണിക്സ്, മീഡിയ ടെക് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടിയത്. അപ്പോൾ തന്നെ ഇതൊരു കുമിളയായി മാറുമെന്നതിന്റെ സൂചന പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. യഥാർത്ഥത്തിൽ സൗത്ത് കൊറിയ, തൈവാൻ മാർക്കറ്റുകളിലെയും നാസ്ഡക്കിലെയും തകർച്ച ഇന്ത്യൻ മാർക്കറ്റിന് സമ്മാനിക്കുന്നത് മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. ജൂൺ 15 ആരംഭിക്കുന്ന വ്യാപാര വാരത്തിലെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് ഈ തിരിച്ചറിവ് ഉണ്ടാകുകയും മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറാകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കഴിഞ്ഞ വ്യാപാര വാരത്തിന്റെ അവസാന ദിവസം വിപണിയിൽ വലിയ ആവേശം കാണപ്പെട്ടു. അത് പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു എന്ന പ്രതീതിയുടെ പേരിലായിരുന്നു. സെൻസെക്സ് ഏതാണ്ട് 1700 പോയിന്റോളവും നിഫ്റ്റി ഏതാണ്ട് 475 പോയിന്റോളവും ഉയരുന്നതാണ് കണ്ടത്. അതെന്തായാലും ആശ്വാസകരമായി. കനത്ത ഉയർച്ച താഴ്ചകളുടെ ആവർത്തനമാണ് അടുത്ത ദിവസങ്ങളിലും ഇതേപോലെ ഉണ്ടാകുന്നതെങ്കിൽ അത് വരുമാനം നേടുന്നതിനുള്ള അവസരമാക്കാവുന്നതാണ്. ശരിയായ തന്ത്രവും റിസ്ക് മാനേജ്മെന്റും ഉള്ളവർക്കാണ് ഇത് സാധ്യമാകുക. ഇൻവെസ്റ്റേഴ്സിന് സ്വീകരിക്കാവുന്ന തന്ത്രങ്ങൾ വിവരിക്കുന്നതിന് മുമ്പായി സെൻസെക്സ്, നിഫ്റ്റി എന്നിവയുടെ അവസാന നിലവാരം, നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചുകൾ, ബോണസ്, ഷെയർ, ഡിവിഡൻഡ് എന്നിവയുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ഡേറ്റുകൾ എന്നിവ നോക്കാം. തകർച്ചകൾക്കിടയിലും വരുമാനം നേടാൻ സഹായിക്കുന്ന തന്ത്രങ്ങൾ അതിനുശേഷം വിവരിക്കാം. സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 75,527.95 നിലവാരത്തിലാണ്. നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,622.90 നിലവാരത്തിലും. നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തതാകട്ടെ 56,814
0.80 എന്ന നിലവാരത്തിൽ. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് ലഭിക്കാവുന്ന സപ്പോർട്ട് 23,100-നും 23,200-നും ഇടയിലാകാനാണ് സാധ്യത. ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടാണ് പ്രയാണമെങ്കിൽ നേരിട്ടേക്കാവുന്ന റെസിസ്റ്റൻസ് 23,750-നും 23,850 പോയിന്റിനും ഇടയിലായിരിക്കും. ഇത് ഒരു തരത്തിൽ ശുഭലക്ഷണമാണ്. കാരണം 23,850 എന്ന കടമ്പ കടക്കാൻ കഴിയുന്നത് വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരിക്കും. 23,800 പോയിന്റിന് മുകളിൽ ഏത് നിലവാരത്തിലാണെങ്കിലും നിലവാരം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വിപണിയെ വലിയ തോതിൽ തന്നെ മുന്നോട്ട് നയിക്കാനും മുൻകാല റെക്കോർഡിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഡിവിഡന്റിന് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ തീരുമാനിക്കാൻ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ നോക്കാം. ജൂൺ 15 SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ജൂൺ 16 RR കാബേൽ ലിമിറ്റഡിന്റെ റെക്കോർഡ് തീയതി. ജൂൺ 18 GHCL, HDB ഫിനാൻഷ്യൽ സർവീസസ്, ടാറ്റ ടെക്നോളജീസ്, വിംത ലാബ്സ്, ക്യാപിറ്റൽ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, മുദ്ര ലിമിറ്റഡ് എന്നിവയുടെ റെക്കോർഡ് തീയതിയായിരിക്കും. ജൂൺ 19 HDFC ബാങ്ക്, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്നിവ റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ഹിന്ദുസ്ഥാൻ ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഇന്ത്യ മാർട്ട്, സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ, അംബ എന്റർപ്രൈസസ്, AWL അഗ്രി ബിസിനസ്, കൊറോണ റെമഡീസ്, പോളികാബ് ഇന്ത്യ, ടോറന്റ് പവർ എന്നിവയുടെ റെക്കോർഡ് തീയതിയും അത് തന്നെ. ജൂൺ 20 GHCL ടെക്സ്റ്റൈൽസ് നിർണയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി. മിനി ഡയമണ്ട്സ് ഇന്ത്യ, ബ്രിഗേഡ് എന്റർപ്രൈസസ്, സ്ട്രിംഗ് മെറ്റാവേഴ്സ് എന്നിവ ബോണസ് ഓഹരി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മിനി ഡയമണ്ട്സ് 1:1 റേഷ്യോയിലാണ് ബോണസ് അനുവദിക്കുന്നത്. റെക്കോർഡ് ഡേറ്റ് ജൂൺ 16. 1:3 റേഷ്യോയിലാണ് ബ്രിഗേഡ് എന്റർപ്രൈസസ് ഓഹരി അനുവദിക്കുക. റെക്കോർഡ് ഡേറ്റ് ജൂൺ 17. സ്പ്രിംഗ് മെറ്റാവേഴ്സ് 2:9 റേഷ്യോയിൽ ബോണസ് ഓഹരി അനുവദിക്കും. ഇതിനുള്ള റെക്കോർഡ് ഡേറ്റ് ജൂൺ 19. ഇനി തകർച്ചകൾക്കിടയിലും വരുമാനം നേടാൻ സഹായിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ എന്ന് വിവരിക്കാം. കൈവശമുള്ള ഓഹരി ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും താഴ്ന്ന വിലയ്ക്ക് വീണ്ടും സ്വന്തമാക്കുകയും ചെയ്യുന്നതാണ് ഒരു തന്ത്രം. ഇത് പ്രതിദിന അടിസ്ഥാനത്തിലാണെങ്കിൽ, അതായത് അന്നന്ന് തന്നെ വിൽപ്പനയും വാങ്ങലും പൂർത്തിയാക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ള കുറഞ്ഞ നിരക്ക് ചിലവ് വരൂ. ഇതിന് വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ട ഓഹരികളുണ്ട്. അതായത് ഉയർന്ന തോതിലുള്ള വോളറ്റിലിറ്റി, അതായത് അസ്ഥിരത പ്രകടിപ്പിക്കുന്ന ഓഹരികളാണ് ഈ ആവശ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാത്രം. വിൽപ്പന നടത്തിയ ഓഹരി താഴ്ന്ന വിലയ്ക്ക് മറ്റൊരു ദിവസം വീണ്ടും വാങ്ങുകയും വരുമാനം നേടാൻ കഴിയും. പക്ഷേ അപ്പോൾ ബ്രോക്കിംഗ് ചെലവ് കൂടും. പ്രതിയോഹരി വരുമാനം, അതായത് ഏർണിങ്സ് പെർ ഷെയർ കൂടിയ കമ്പനികളുടെ ഓഹരി വാങ്ങുന്നതാണ് സ്വീകരിക്കാവുന്ന മറ്റൊരു മാർഗം. ഷെയർ ഹോൾഡേഴ്സിന്റെ പക്കലുള്ള ഓരോ ഓഹരിക്കും കമ്പനി നേടിത്തരുന്ന ലാഭം എത്ര എന്നാണ് ഏർണിങ്സ് പെർ ഷെയർ അഥവാ EPS സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ ലാഭക്ഷമതയ്ക്കുള്ള അളവുകോലാണ് ഇത് എന്ന് പറയാം. ഉയർന്ന ഏർണിങ്സ് പെർ ഷെയർ എന്നാൽ ഓരോ ഓഹരിയിന്മേലും കൂടുതൽ ലാഭം എന്നാണ് അർത്ഥം. ഗൂഗിൾ ചെയ്താൽ ഓരോ കമ്പനിയുടെയും EPS എത്രയെന്ന് അറിയാവുന്നതേയുള്ളൂ. EPS പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ അഥവാ PE റേഷ്യോ. ഇതും ഒരു സുപ്രധാന വാല്യുവേഷൻ മെട്രിക് ആണ്. കമ്പനിയുടെ നിലവിലെ ഓഹരി വിലയെ അതിന്റെ EPSുമായി താരതമ്യപ്പെടുത്തുന്ന അളവുകോലാണിത്. ഓഹരിയുടെ നിലവിലെ മാർക്കറ്റ് പ്രൈസിനെ EPS കൊണ്ട് ഹരിച്ചാൽ PE റേഷ്യോ കണ്ടെത്താം. മാർക്കറ്റ് പ്രൈസ് 100 രൂപയും EPS 10 രൂപയുമെങ്കിൽ PE റേഷ്യോ 10 എന്ന് കണക്കാക്കാം. ഉയർന്ന റേഷ്യോ ഓഹരി എക്സ്പെൻസീവ് ആണെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അത്തരം ഓഹരികൾ ഒഴിവാക്കാൻ നിക്ഷേപകന് സാധിക്കും. അതേസമയം കുറഞ്ഞ റേഷ്യോ ആണെങ്കിൽ അത് പൊതുവെ ആ ഓഹരി അണ്ടർ വാല്യൂഡ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അത്തരം ഓഹരികൾ വാങ്ങുന്നത് ഭാവിയിൽ കൂടുതൽ നേട്ടത്തിന് സഹായകമായേക്കാം. കുറഞ്ഞ PE റേഷ്യോയും ഉയർന്ന ബീറ്റായും ഉള്ള ഓഹരികൾ വാങ്ങുന്നതും പൊതുവെ നല്ല തന്ത്രമാണ്. ഓഹരി മൂല്യം വിശാല വിപണിയിലെ ബ്രോഡർ മാർക്കറ്റിന്റെ മാറ്റവുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതാണ്
ബീറ്റ സൂചിപ്പിക്കുന്നത്. ബീറ്റ 1.5 എങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിൽ ഉണ്ടാകുന്ന ഓരോ 1% ചേഞ്ചിനും ഒപ്പം ഓഹരി വില 1.5% ചേഞ്ച് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത മാർക്കറ്റ് റിവ്യൂ എപ്പിസോഡ് അടുത്ത ഞായറാഴ്ച, അതായത് ജൂൺ 21 4 മണിക്ക് ഫോക്കസ് ഓൺ ഫൈനാൻസിൽ നിന്ന് പ്രതീക്ഷിക്കാം.